നമസ്കാരം, മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളായ അഹാന കൃഷ്ണ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് അഹാന കൃഷ്ണ. ലോക്ക്ഡൌൺ കാലത്ത് യൂട്യൂബിൽ സജീവമായ നടിക്ക് അടുത്തിടെ സിൽവർ ബട്ടണും ലഭിക്കുകയുണ്ടായി. വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടാൻ അഹാനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. രാജീവ് രവി ഒരുക്കിയ ഞാൻ സ്റ്റീവ് ലോപ്പസ് ആയിരുന്നു അഹാനയുടെ ആദ്യ സിനിമ. എന്നാൽ ഇതിനുശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത അഹാന പിന്നീട് ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന ചിത്രത്തിലൂടെ തിരികെ വരികയായിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയാണ് അഹാന. സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഹാന. തന്റേതായ സീരീസുകൾ ഒരുക്കി OTT ലോകത്തും അഹാന സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സർജറിക്ക് വിധേയമായതിന്റെ അനുഭവങ്ങളും വീഡിയോയും പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ. സ്മൈൽ എന്ന ലേസർ വിഷൻ കറക്ഷൻ സർജറിക്കാണ് അഹാന വിധേയമായത്. കണ്ണടയ്ക്കും കോണ്ടാക്ട് ലെൻസിനും ഒപ്പമുള്ള 16 വർഷത്തെ യാത്രയോട് വിട പറഞ്ഞതിന്റെ സന്തോഷമാണ് അഹാന പങ്കുവച്ചിരിക്കുന്നത്. സർജറിക്ക് പോകുന്നതും അതിന്റെ അനുഭവങ്ങളുമാണ് ഒരു വീഡിയോയിലൂടെ അഹാന പങ്കുവച്ചിരിക്കുന്നത്. 7ാം ക്ലാസ് മുതൽ കണ്ണട വെക്കാൻ താൻ ആരംഭിച്ചിരുന്നു. സ്പെക്സി ലുക്കിൽ അഭിമാനിച്ചെങ്കിലും അത് അത്ര കൂളല്ലെന്ന് മനസ്സിലായിരുന്നുവെന്നും അഹാന പറയുന്നുണ്ട്. അഹാനയുടെ വാക്കുകൾ ഇങ്ങനെ: എന്റെ കണ്ണിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലാസർ സർജറിക്ക് വിധേയമായി. ഞാൻ ചെയ്ത ശസ്ത്രക്രിയയുടെ പേര് സ്മൈൽ എന്നാണ്. ഇതൊരു ലേസർ സർജറിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ലാസിക് എന്ന സർജറിയാണ്. 3 തരം ലേസർ ശസ്ത്രക്രിയകളാണ് നമുക്കിന്നുള്ളത്. ഒന്ന് ലാസിക്, പിന്നെ ഉള്ളത് ട്രാൻസിക് PRO, മൂന്നാമത് സ്മൈൽ. ഏകദേശം 16 വർഷം പിന്നിലേക്ക് പോയാൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് കണ്ണട വയ്ക്കുന്നത്. എനിക്ക് ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വീട്ടിൽ വന്ന് പരാതി പറയാറുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും വിചാരിച്ചത് കണ്ണാടി വെക്കാനുള്ള എൻ്റെ ആഗ്രഹം കാരണം വെറുതെ പറയുന്നതെന്നാണ്. 4-5 പിള്ളേരുള്ള വീടാകുമ്പോൾ എല്ലാവരും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും അച്ഛനമ്മമാർ കാര്യമായി എടുക്കാറില്ല. അങ്ങനെ ഒടുവിൽ ഞാൻ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വാസനായി കെയറിൽ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്തു. അവിടെ എഴുതി കാണിച്ചതൊക്കെ വായിക്കാൻ ഞാൻ വിജയകരമായി പരാജയപ്പെട്ടു. അന്ന് വായിക്കാൻ പറ്റാതിരുന്നതിൽ എനിക്ക് ത്രില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞത് ശരിയായല്ലോ. കണ്ണാടി വച്ചതിന് ശേഷം ഞാൻ സ്കൂളിലെ ഏറ്റവും കൂളായ കുട്ടിയായി എന്ന് എനിക്ക് തോന്നി. എൻ്റെ സ്പെക്സി ലുക്കിൽ ഞാൻ ഒരുപാട് അഭിമാനിച്ചു. പതിയെ പതിയെ കണ്ണാടി വെക്കുന്നത് അത്ര കൂളായ കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ പല ഷേപ്പിലുള്ള കണ്ണാടികൾ ഫാഷൻ മാറുന്നതിനൊപ്പം ഞാൻ പരീക്ഷിച്ചു. പക്ഷെ കണ്ണാടി ഇല്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടി നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് ഞാൻ കണ്ണാടി ഉടുപ്പിൽ തൂക്കിയിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. കാരണം അതൊരു ഫാഷനായി എനിക്ക് തോന്നിയിരുന്നു എന്നുമാണ് അഹാന വ്യക്തമാക്കിയത്. പിന്നാലെ നിരവധി പേരാണ് അഹാനയ്ക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ, എല്ലാം ശരിയാകാൻ പ്രാർത്ഥിക്കാം, ഇതിന് എത്ര ചിലവ് വരും, എനിക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനായ പാച്ചുവും അത്ഭുതവിളക്കും എന്ന ചിത്രത്തിലെ അതിഥി വേഷത്തിലാണ് അഹാനയെ ഒടുവിലായി സ്ക്രീനിൽ കണ്ടത്. താരത്തിന്റെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം സൈബർ ബുള്ളിംഗ് കൂടുതൽ നേരിട്ട താരങ്ങളിൽ ഒരാൾ കൂടിയാണ് അഹാന. കുറച്ചു നാളുകൾക്ക് മുൻപ് സൈബർ ബുള്ളിങ്ങിനെതിരെ അഹാന പോസ്റ്റ് ചെയ്ത വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു കൂട്ടം കോമാളികൾ എന്തൊക്കെയോ പറയുന്നത് പോലെയൊക്കെയാണ് തോന്നിയത്. വീട്ടിലുള്ള 4 പിള്ളേരെ വഴിയെ പോകുന്നവർ അതും ഇതും പറയുന്നതിൽ അച്ഛനും അമ്മയും അസ്വസ്ഥരായിരുന്നു. അമ്മയൊന്നും ഒരാഴ്ച നേരെ ഉറങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾക്കെതിരെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ അതുമായി ബന്ധമില്ലാത്തവർ പോലും പോസ്റ്റുകളുമായി എത്താറുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അന്നത്തെ അവസ്ഥയെന്നും അഹാന വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.